മുംബൈന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് എവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിലും ഒടുക്കത്തെ ഭംഗി. അപ്പൊ ഇന്നാണ് നമ്മൾ മുംബൈ സിറ്റി ഫുൾ കറങ്ങാൻ പോണത്. ആൻഡ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആൻഡ് താജ് ഹോട്ടൽ. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ 2 ദിവസത്തെ മുംബൈ ട്രിപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം നമ്മൾ 40 കിലോമീറ്റർ ആണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇവരെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ചുകൊന്ന് ഇവന്റെ തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. അത്രയും വേണോ സാർ? സോ ആഫ്റ്റർ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആൻഡ് താജ് ഹോട്ടൽ ഞങ്ങൾ നേരെ നടന്നത് മറൈൻ ഡ്രൈവിലോട്ടാണ്. മറൈൻ ഡ്രൈവ് ഈസ് സച്ച് എ പീസ്ഫുൾ പ്ലേസ്. അവിടെ കിടന്ന് ഉറങ്ങിയാലോന്ന് വരെ തോന്നും, അത്രയും സമാധാനമാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മുംബൈനെ കുറിച്ച്, മുംബൈയിലെ സ്ട്രീറ്റ് ഫുഡ്. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ മുംബൈയിൽ സ്ട്രീറ്റ് ഫുഡ് തന്നെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ പൈസക്ക് നമ്മൾ വയറ് പെട്ടെന്ന് നിറയും. സോ ആഫ്റ്റർ ഹാവിംഗ് അവർ ഫുഡ് ഞങ്ങൾ നേരെ പോയത് ബാന്ദ്രയിലോട്ടാണ്. ആൻഡ് ബാന്ദ്രയിൽ നമുക്ക് മെയിൻ ആയിട്ട് കാണാനുള്ളത് വേളി സീലിംഗും അതുപോലെ തന്നെ ബാന്ദ്രയിലെ സ്ട്രീറ്റ്സും ആണ്. ആൻഡ് അവിടെ പോകാൻ നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മെട്രോ ആണ്. മുംബൈയിലെ മെട്രോനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഫുൾ അണ്ടർഗ്രൗണ്ട് ആണ്. നമ്മളിങ്ങനെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഒക്കെ ഇട്ട് പോകുമ്പോൾ ഒരു കൂട് ഇങ്ങനെ കാണും. അതിന്റെ അകത്ത് കയറി പോയിട്ടുണ്ടെങ്കിലാണ് താഴെ ഒരു വലിയ ലോകം തന്നെ ഉണ്ടാവുന്നത്. പിന്നെ വേളി സീലിംഗ് ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ക്യാബ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത ശേഷം നമുക്ക് നേരെ പോകാനുണ്ടായിരുന്നത് ബാന്ദ്രയിലോട്ടായിരുന്നു. ബാന്ദ്രയിലത്തെ സ്ട്രീറ്റ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്രിസ്മസിന്റെ ടൈമും കൂടെ ആയ കാരണം ഭയങ്കര അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത് ഞാൻ വേറെ തന്നെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. സോ ബാന്ദ്ര ഏകദേശം കറങ്ങിയ ശേഷം നമ്മൾ അവിടുന്ന് നേരെ CSMT പോയി. അവിടുന്ന് നമ്മൾ ട്രെയിൻ കയറിയിട്ട് നമ്മൾ മാംഗ്ലൂർക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട് പോയി. സോ അങ്ങനെ ഏകദേശം നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ 2 ദിവസത്തെ മുംബൈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ഡു ഫോളോ.